അപ്പോൾ ഇനി നമുക്ക് ഒരാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമായിട്ടുണ്ട് എന്നെങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് അവൾക്ക് ഒരു മകനുണ്ട്. അവൾ ഒരാളാണ്. എന്താ പറയുക? ഷീ. മകൻ എന്നുള്ളതിന് സൺ എന്നാണ് പറയുക. പക്ഷെ മകനുണ്ട് എന്നുള്ളതിന് ഹാവ് എന്നാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഷീ ഒരാളാണല്ലോ, അപ്പോൾ വ്യത്യാസം കാണും എന്തായാലും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഹാസ് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് പറയും? ഷീ ഹാസ് എ സൺ. എന്താ കാരണം? ഞാൻ പറഞ്ഞത് അവളെ പറ്റിയാണ്. അവൾ ഒരാളാണ്, അതുകൊണ്ട് ഷീ ഹാസ് എ സൺ. ഇനി അടുത്തത്, അവന് 2 വീടുകളുണ്ട്. നോക്കൂ, അവൻ ഒരാളാണ്, പക്ഷെ അവന് 2 വീടുകളുണ്ട്. അപ്പോൾ അത് സെൻറ്റൻസ് ചെയ്യാൻ എങ്ങനെയാണ് പറയുക? ഹീ ഹാസ് ആണോ ഹാവ് ആണോ? സംശയം വല്ലതും ഉണ്ടോ? ഹീ ഒരാളേ ഉള്ളൂ, അപ്പോൾ അവിടെ ഹാസ് പറഞ്ഞാൽ മതി. അയാൾക്ക് 1 വീടാണെങ്കിലും 5 വീടാണുള്ളതെങ്കിലും ഹീ ഹാസ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ ഹീ ഹാസ് 2 ഹൗസസ്. ഹീ ഹാസ് 2 ഹൗസസ്. ഇനി അടുത്തത്, അനിലിന് ഒരു മകളുണ്ട്. അപ്പോൾ അനിൽ ഒരാളാണ്, അതുകൊണ്ട് തന്നെ എന്താ പറയുക? അനിൽ ഹാസ് ഒരു മകൾ. അപ്പോൾ മകൾ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഡോട്ടർ എന്നാണ് പറയുക. എന്താ പറയുക? അനിൽ ഹാസ് എ ഡോട്ടർ. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരാളെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇല്ല എന്നെങ്ങനെ പറയും എന്നുള്ളതാണ്. അപ്പോൾ സെൻറ്റൻസ് ഇതാണ്, അവൾക്ക് ഒരു സഹോദരി ഉണ്ട്. അപ്പോൾ അതെങ്ങനെ പറയാം നമ്മൾ? ഷീ ഹാസ് എ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ മതി അല്ലേ. ഇനി അവൾക്ക് സഹോദരി ഇല്ല എന്ന് പറയണം. അതെങ്ങനെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ഞാൻ വേറൊരു ഉദാഹരണം കാണിക്കാം. നമ്മൾ നേരത്തെ കണ്ടതാണ്. അവൾ ടെന്നീസ് കളിക്കാറുണ്ട്. എങ്ങനെ പറയും? ഷീ പ്ലേസ് ടെന്നീസ്. ശരിയല്ലേ? ഷീ പ്ലേസ് ടെന്നീസ്. അവൾ ടെന്നീസ് കളിക്കാറില്ല എന്നെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് മുൻപ്? ഓർമ്മയുണ്ടല്ലോ, അവിടെ ഡസ് നോട്ട് എന്ന് ചേർത്തു അല്ലേ. അപ്പോൾ എന്തായിരുന്നു? ഷീ ഡസ് നോട്ട് പ്ലേ ടെന്നീസ്. അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഷീ ഡസ് നോട്ട് കഴിഞ്ഞിട്ട് ഞാൻ പ്ലേസ് എന്ന് പറഞ്ഞില്ല, ആ എസ് മാറ്റി പ്ലേയുടെ കൂടെയുള്ള. അപ്പോൾ ഷീ ഡസ് നോട്ട് പ്ലേ ടെന്നീസ് എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസിലും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവൾക്ക് സഹോദരി ഇല്ല എന്ന് പറയാൻ ഷീ ഡസ് നോട്ട്. ഇനി ശ്രദ്ധിക്കണം കേട്ടോ, മുൻപ് നമ്മൾ പ്ലേസ് എന്നുള്ളത് മാറ്റി പ്ലേ എന്നാക്കിയില്ലേ, അതേപോലെ ഇവിടെ ഷീ ഡസ് നോട്ട് ഹാസ് അല്ല, ഷീ ഡസ് നോട്ട് ഹാവ് എന്നാക്കും. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെയെന്നുള്ളത് വിശദീകരിക്കണമെങ്കിൽ ഗ്രാമറിൻ്റെ കുറേ നൂലാമാല വിശദീകരണങ്ങളിലേക്കൊക്കെ പോകണം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അത് പറഞ്ഞ് ഭാരമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകും തോറും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുക, ഡസ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ ഹാസ് എന്ന് ഉപയോഗിക്കില്ല, ഹാവ് തന്നെ വരണം. അപ്പോൾ ഇവിടെ എന്ത് പറയും? ഷീ ഡസ് നോട്ട് ഹാവ് എ സിസ്റ്റർ. അവൾക്ക് സഹോദരി ഇല്ല. അപ്പോൾ ഇതേപോലെ വേറെ ഒരെണ്ണം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അയാൾക്ക് സമയമുണ്ട്. അപ്പോൾ അതെങ്ങനെ പറയാം? ഹീ ഹാസ് ടൈം. അയാൾക്ക് സമയമില്ല. എങ്ങനെ പറയും? ഹീ ഡസ് നോട്ട് കഴിഞ്ഞിട്ട് എന്താ പറയുക? ഹാവ്. ഹീ ഡസ് നോട്ട് ഹാവ് ടൈം. മനസ്സിലായില്ലേ? ഹീ ഡസ് നോട്ട് ഹാവ് ടൈം. അയാൾക്ക് സമയമില്ല. ഇനി അവൾക്ക് പണമുണ്ട്. അവൾ ഒരാളാണേ. അപ്പോൾ എന്ത് പറയും? ഷീ ഹാസ് മണി. പണം എന്നുള്ളതിന് നമ്മൾക്ക് മണി എന്ന് പറയാമല്ലോ. അവൾക്ക് പണമില്ല. എന്താ പറയുക? ഷീ ഡസ് നോട്ട്. ഇനി മറക്കരുത്, കഴിഞ്ഞിട്ട് ഹാസ് അല്ല ഹാവ്. ഷീ ഡസ് നോട്ട് ഹാവ് മണി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള 2 ചോദ്യങ്ങൾ ഞാനിവിടെ തരിക കേട്ടോ. ഇവിടെ തരുന്നത് ഞാൻ മലയാളത്തിൽ 2 വാചകങ്ങളാണ്. അത് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ആക്കി അയക്കണം കേട്ടോ. ആദ്യത്തേത് ഇതാണ്, അവർക്ക് ഒരു മകനുണ്ട്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് 2 പേരുടെ കാര്യമാണ്. അവർക്ക് ഒരു മകനുണ്ട്. രണ്ടാമത്തത്, ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾക്ക് സമയമില്ല. അപ്പോൾ ഇതിന് നിങ്ങൾ ശരിയായ ഉത്തരം എഴുതി അറിയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ ലെസൺ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു.